മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ അവയവങ്ങളും തകരാറില്ല. അത് ബ്രെയിനിന് മാത്രം ഒരു എക്സംഷൻ ഒന്നും ആരും കൊടുത്തിട്ടില്ല. അതായത് മണിക്കൂറുകളോളം ഒരു മുറിയിൽ അടച്ചിട്ട്, മനസ്സിലായോ, കമ്പ്യൂട്ടറിന്റെ കൃത്രിമ വെളിച്ചത്തിൽ ജോലി ചെയ്യുന്നത്, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാത്തത്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ആ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് സൂര്യൻ ഉദിക്കുന്നത് കാണണം, അസ്തമിക്കുന്നത് കാണണം, അറ്റ്ലീസ്റ്റ് അതിനടുത്ത്. ഇതൊന്നും അറിയാതെ മുഴുവൻ സമയവും ഒരു കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ തന്നെ ശ്രീധറിൽ തന്നെ ഞാൻ 48 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിയുമ്പോഴേക്കും എനിക്കറിയാം എന്റെ തീരുമാനങ്ങളെല്ലാം ശരിയാകുന്നില്ല, എനിക്കൊരു ഉറക്കം ബ്രേക്ക് വേണം. മനസ്സിലായോ? പല പ്രശ്നങ്ങളും എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ ചെയ്തത് എന്താണെന്നുള്ളിൽ സ്ട്രെസ് കാരണം ഞാൻ അത് ഓർക്കുന്നില്ല. അപ്പൊ കൃത്യമായ ഉറക്കം, കൃത്യമായ വർക്ക് ലൈഫ് ബാലൻസ്, കൃത്യമായ വ്യായാമം, ഇതെല്ലാം ജനറൽ കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. നിങ്ങൾ IT യിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സെപ്ഷൻ എന്നൊന്നുമില്ല. പിന്നെ IT യിൽ ജോലി ചെയ്യുന്ന പലരും ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് വെള്ളം എടുക്കാൻ പോലും ആ വീൽ തള്ളിക്കൊണ്ടാണ് എടുക്കുന്നത് മറ്റൊരു ടേബിളിൽ പോയിട്ട്. ഇത് ഒഴിവാക്കി കുറച്ചുകൂടി, അതായത് നിങ്ങൾ ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, 3 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു 10 minutes ഒരു വാക്ക്, ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ കം ബാക്ക് ആൻഡ് സിറ്റ്, ഗോ ഔട്ട്സൈഡ്, സീ ദ വേൾഡ്. സൂര്യൻ ഉദിക്കുന്നത് കാണുക, മഴ പെയ്യുന്നത് കാണുക, ചെടി വളരുന്നത് കാണുക, പൂക്കളെ കാണുക. ഇതൊക്കെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന കാര്യമാണ്. പ്ലീസ് ഡു ദിസ് സോ ദാറ്റ് ബ്രെയിൻ ഫോഗ് ക്യാൻ ബി പ്രിവെന്റഡ്. മൊബൈൽ അഡിക്ഷൻ അത് മറ്റൊരു